നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഇങ്ക്ജെറ്റ് പ്രിൻ്ററാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത് സൈസ് കോമ്പാക്റ്റ് ആയിരിക്കും, അതുപോലെ പ്രിൻ്റ് ക്വാളിറ്റി ഹൈ ആയിരിക്കും. ഇങ്ക്ജെറ്റ് പ്രിൻ്ററിൻ്റെ സൈസ് കോമ്പാക്റ്റ് ആയിരിക്കും, പ്രിൻ്റ് ക്വാളിറ്റി ഹൈ ആയിരിക്കും. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനകത്ത് ഒരു പ്രിൻ്റ് ഹെഡുണ്ട്. ഈ പ്രിൻ്റ് ഹെഡിൽ ചെറിയ പ്രിസിഷൻ ഹോൾസ് ആണുള്ളത്. പ്രിസിഷൻ ഹോൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോസിൽസ്. അപ്പോൾ ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനകത്ത് ഒരു പ്രിൻ്റ് ഹെഡുണ്ട്. പ്രിൻ്റ് ഹെഡിൽ തീരെ ചെറിയ ടൈനി പ്രിസിഷൻ ഹോൾസ് ഉണ്ട്. ഈ പ്രിസിഷൻ ഹോൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോസിൽസ്. ഈ നോസിൽസ് എന്ത് ചെയ്യും? നോസിൽസ് ആണ് ഇങ്ക് ഇജക്റ്റ് ചെയ്യുന്നത്. അതും മൈക്രോസ്കോപ്പിക് ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് ഇങ്ക് ഇജക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ നോസിൽസ്, അതായത് പ്രിൻ്റ് ഹെഡിൽ ടൈനി പ്രിസിഷൻ ഹോൾസ് ഉണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് നോസിൽസ്. നോസിൽസ് ആണ് ഇങ്ക് ഇജക്റ്റ് ചെയ്യുന്നത്. അതും തീരെ ചെറിയ മൈക്രോസ്കോപ്പിക് ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് ഇങ്ക് ഇജക്റ്റ് ചെയ്യുന്നത്. ഈ ഇങ്ക് ഇജക്റ്റ് ചെയ്യുന്നത് വളരെ കൂടിയ സ്പീഡിലാണ്, വെരി ഹൈ സ്പീഡിലാണ് ഇങ്ക് ഇജക്റ്റ് ചെയ്യുന്നത്. എങ്ങോട്ടാണ്? പേപ്പറിലേക്കാണ് ഇജക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇങ്ക്, എങ്ങനത്തെ ഇങ്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലേസർ പ്രിൻ്ററിൽ പറഞ്ഞു അവിടെ ലിക്വിഡ് ഇങ്ക് അല്ല, അവിടെ ടോണറാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനകത്ത് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഇങ്കാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനകത്ത് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഇങ്കാണ്. ഈ ലിക്വിഡ് ഇങ്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ കളേർഡ് ഡൈ ആയിരിക്കും. ഇപ്പം ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനകത്തെ ഇങ്ക് എന്ന് പറയുന്നത് ലിക്വിഡ് ഇങ്കാണ്. അതൊന്നെങ്കിൽ കളേർഡ് ഡൈ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു സോളിഡ് പിഗ്മെൻറ്റ്സ് ലിക്വിഡിനകത്തുള്ള ഒരു സസ്പെൻഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ കളേർഡ് ഡൈ, അല്ലെന്നുണ്ടെങ്കിൽ സോളിഡ് പിഗ്മെൻറ്റ്സ് ലിക്വിഡിനകത്തുള്ള ഒരു സസ്പെൻഷൻ ആയിരിക്കും. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഇങ്ക് ആണെന്ന് ഓർക്കുക. ഈ പ്രിൻ്റ് ഹെഡ് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രിൻ്റ് ഹെഡ് ഹൊറിസോണ്ടലി ആണ് മൂവ് ചെയ്യുന്നത്. പ്രിൻ്റ് ഹെഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പേപ്പർ മൂവ് ചെയ്യുന്നത്. അപ്പം ഈ പേജ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്കും പ്രിൻ്റ് ഹെഡിനകത്തെ നോസിൽ ആക്ടിവേറ്റഡ് ആവും. പേപ്പർ പാസ് ചെയ്യുന്നതനുസരിച്ച് പ്രിൻ്റ് ഹെഡിനകത്തെ നോസിൽ ആക്ടിവേറ്റഡ് ആവും. എങ്ങനെ ആക്ടിവേറ്റ് ആവുന്നത്? അത് ഈ നോസിലിൻ്റെ പുറകിൽ റെസിസ്റ്റൻസ് കാണും. ഈ റെസിസ്റ്റൻസ് ഹീറ്റപ്പ് ആവുമ്പം ഹീറ്റ് കാരണമാണ് നോസിൽസ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ നോസിലിനകത്തുനിന്ന് ഒരു മൈക്രോസ്കോപ്പിക് ഡ്രോപ്പ്, ഇങ്കിൻ്റെ മൈക്രോസ്കോപ്പിക് ഡ്രോപ്പ് ഇജക്റ്റ് ആവുകയോ പേപ്പറിലേക്ക് സ്പ്രേ ആവുകയും ചെയ്യും. ഇങ്ങനെ നോസിൽ ആക്ടിവേറ്റ് ആവുകയും ഇങ്ക് ഇജക്റ്റ് ആവുകയും ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ്സ് എ ഹൈ സ്പീഡ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ തൗസൻഡ്സ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് ആയിരിക്കും ഒരുമിച്ച് പേപ്പറിലേക്ക് പതിക്കുന്നത്. ഇങ്ങനെ പതിക്കുമ്പോഴത്തേക്കും ഈ ഒരുപാട് ഡ്രോപ്സ് ഒരുമിച്ച് ചേർന്നിട്ടാണ് നമുക്ക് ഒരു ഇമേജ് അല്ലെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അതായിട്ട് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഓരോന്നും ടൈനി ഡ്രോപ്ലെറ്റ്സ് ആണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആ പേപ്പറിൽ ഒരു ഇമേജ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം തൗസൻഡ്സ് ഓഫ് ഡ്രോപ്പ് ഒരുമിച്ച് ചെന്ന് വീഴുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഇമേജ് അവിടെ പതിയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. സോ നമുക്ക് ഹോൾ പ്രിൻറ്റിംഗ് പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ക് കാട്രിഡ്ജ് കാണും. ഇങ്ക് കാട്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ടാങ്ക് കാണും. അതാണ് പ്രിൻ്റ് ഹെഡിലേക്ക് ആവശ്യത്തിന് ഇങ്ക് സപ്ലൈ ചെയ്യുന്നത്. സോ ഇങ്ക് കാട്രിഡ്ജ് അല്ലെങ്കിൽ ടാങ്കാണ് പ്രിൻ്റ് ഹെഡിലേക്ക് ആവശ്യത്തിന് ഇങ്ക് സപ്ലൈ ചെയ്യുന്നത്. പ്രിൻ്റ് ഹെഡ് എന്നാ ചെയ്യും? പ്രിൻ്റ് ഹെഡ് പേപ്പറിന് അക്രോസ് മൂവ് ചെയ്യാണ്. പ്രിൻ്റ് ഹെഡ് ഹൊറിസോണ്ടലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന പ്രിൻ്റ് ഹെഡാണ്. അപ്പോൾ ഈ പ്രിൻ്റ് ഹെഡ് മൂവ് ചെയ്യുമ്പം പേപ്പറിൽ എവിടെയാണോ ഇങ്ക് പതിയേണ്ടത് ആ പൊസിഷനിൽ എത്തുമ്പം നോസിൽ എന്ത് പറ്റും? നോസിലിൻ്റെ പുറകിലുള്ള ഒരുപാട് ചെറിയ നോസിൽസ് ആണ്. നോസിൽസിൻ്റെ പുറകിലുള്ള റെസിസ്റ്റർ ഹീറ്റപ്പ് ആവും. റെസിസ്റ്റർ ഹീറ്റപ്പ് ആവുമ്പം ഇങ്ക് ഹീറ്റപ്പ് ആയിട്ട് അത് ഇജക്റ്റ് ചെയ്യും. അത് എങ്ങോട്ട് ഇജക്റ്റ് ചെയ്യും? പേപ്പറിലേക്ക് ഇജക്റ്റ് ചെയ്യും. ഇങ്ക് നോസിലിനകത്തുനിന്ന് പേപ്പറിൻ്റെ പുറത്തേക്ക് ഹൈ സ്പീഡിൽ ഇജക്റ്റ് ആവും. ഈ പേപ്പർ മൂവ് ചെയ്യുന്നതനുസരിച്ച്, പേജ് മൂവ് ചെയ്യുന്നതനുസരിച്ച് പേജിലേക്ക് ഇങ്ക് വന്ന് വീണുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇങ്ക്ജെറ്റ് പ്രിൻ്ററിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറുതാണ്, കോമ്പാക്റ്റ് സൈസാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്റർ കോമ്പാക്റ്റ് സൈസാണ്. അതുപോലെ പ്രിൻ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയാണ്. ഫോട്ടോ ആയാലും ഗ്രാഫിക്സ് ആയാലും അതുപോലെ വൈബ്രൻറ്റ് കളേഴ്സിലുള്ള പിക്ചേഴ്സ് ആയാലും പ്രിൻ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സിന് അതുപോലെ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതായത് പേപ്പർ, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്, ഫാബ്രിക്, ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് മെറ്റീരിയൽസിൻ്റെ പുറത്ത് ഇങ്ക്ജെറ്റ് പ്രിൻ്ററിന് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. സോ അഡ്വാൻറ്റേജസ്
പറയുമ്പം കോമ്പാക്റ്റ് സൈസ്, പ്രിൻ്റ് ക്വാളിറ്റി, അതുപോലെ വേഴ്സിറ്റിലിറ്റി. ഒരു വെറൈറ്റി ഓഫ് മെറ്റീരിയൽസിൻ്റെ പുറത്ത് ഇങ്ക്ജെറ്റ് പ്രിൻ്ററിന് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് സ്പീഡ് ലേസർ പ്രിൻ്ററിനേക്കാളും സ്പീഡ് കുറവാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററിന് ലേസർ പ്രിൻ്ററിനേക്കാളും സ്പീഡ് കുറവാണ്. അതുപോലെ ഇങ്ക് കോസ്റ്റ് കൂടുതലാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററിന് ഇങ്ക് കോസ്റ്റ് കൂടുതലാണ്, അതായത് ഇങ്ക് കാർട്രിഡ്ജിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ കുറച്ച് നാൾ അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ക് കട്ട പിടിക്കും. ഇങ്ക് ക്യാൻ ഡ്രൈ ഔട്ട്, ഇങ്ക് കട്ട പിടിക്കും. നമ്മളത് ലോങ് ടൈം വെച്ചിരുന്നാൽ ഇങ്ക് കട്ട പിടിക്കും. അതുപോലെ വെറ്റാവുകയോ അല്ലെങ്കിൽ നമ്മളത് പ്രിൻറ്റിങ് കഴിഞ്ഞ ഉടനെ എടുക്കുകയോ ചെയ്താൽ എന്ത് പറ്റും? സ്മഡ്ജിങ് ഉണ്ടാവും. അവിടെ ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനകത്ത് ആ പ്രിൻറ്റിൽ സ്മഡ്ജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് ഉടനെ എടുക്കുകയോ വെറ്റ് ഹാൻഡ്സ് വെച്ചെടുക്കുകയൊക്കെ ചെയ്താൽ സ്മഡ്ജിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഡിസഡ്വാൻറ്റേജ് ഒന്ന് പ്രിൻ്റ് സ്പീഡ്, ലേസർ പ്രിൻ്ററിനേക്കാളും സ്പീഡ് കുറവാണ്. ഇങ്കിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. ഇങ്ക് ഡ്രൈ ഔട്ട് ആയി പോകും. അതുപോലെ സ്മഡ്ജിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്രയുമാണ് ഡിസഡ്വാൻറ്റേജസ്. താങ്ക് യു.